നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാള സിനിമയിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട 10 അഡൽട്സ് ഓൺലി, അതായത് ഏപ്പടങ്ങളെന്ന് നാടൻ ഭാഷയിൽ പറയുന്ന 10 സിനിമകളെ കുറിച്ചാണ്. കണ്ടുകൊണ്ട് ഏപ്പടം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ മുഖം ചുളിഞ്ഞു തുടങ്ങി ചിലർക്കൊക്കെ ഒരാകാംക്ഷയിൽ. ഏതാ നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം, അഡൽട്സ് ഓൺലി സിനിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്ലീലത മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ മാനറിസംസ് അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം രൂപം കൊള്ളുന്ന 18 വയസ്സിനകത്ത് വെച്ച് തന്നെ അയാൾക്ക് മാനസികമോ ശാരീരികമോ സാംസ്കാരികവും സാമൂഹികവുമായതുമായ മാറ്റങ്ങൾക്കോ ആഘാതങ്ങൾക്കോ കാരണമായേക്കാവുന്ന തരം സിനിമകളെയാണ് സെൻസർ ബോർഡ് അഡൽട്സ് ഓൺലി അഥവാ മുതിർന്നവർക്ക് മാത്രം എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നത്. എന്നാൽ ചില സിനിമകളുടെ കാറ്റഗറൈസേഷനിൽ സെൻസർ ബോർഡിന് തീർച്ചയായും തെറ്റുപറ്റാറുമുണ്ട്. അത് സ്വാഭാവികമായും തെറ്റ് മാനുഷികമാണല്ലോ. അപ്പൊ അങ്ങനെ സംഭവിച്ചതും അല്ലാത്തതുമായിട്ടുള്ള എന്തുകൊണ്ടും ക്രാഫ്റ്റിംഗിൽ മികച്ചതായിട്ടുള്ള 10 മലയാള സിനിമകളാണ് നമ്മൾ കണ്ടിരിക്കേണ്ടത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മികച്ച സംവിധാനം, ഛായാഗ്രഹണം, കഥ, തിരക്കഥ, സംഗീതം, വരികൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഏറ്റവും മികച്ച 10 സിനിമകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രണ്ടാമതായി 1999 ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്തിറക്കിയ കണ്ണെഴുതി പൊട്ടം തൊട്ട് എന്ന സിനിമയാണ്. മഞ്ജു വാര്യരും തിലകനും ബിജു മേനോനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ സിനിമയിൽ തിലകനും ബിജു മേനോനും അച്ഛനും മകനുമായിട്ടാണ്. മഞ്ജു വാര്യരുടെ മാതാപിതാക്കളെ കൊന്നുകളഞ്ഞ ഇവരോട് പ്രതികാരം ചെയ്യണമെന്ന് മഞ്ജു വാര്യർക്കുണ്ട്. പക്ഷേ അവരുടെ നാട്ടിലെ ജന്മിത്വ സാഹചര്യം വെച്ച് നേരിട്ട് ചെയ്യാൻ പറ്റാത്തതിനാൽ തന്റെ ശരീരം ഉപയോഗപ്പെടുത്തി ലൈംഗികതയുടെ മറവിൽ അവരെ ശത്രുക്കളെ വശീകരിച്ച് മഞ്ജു വാര്യർ ഉദ്ദേശിക്കുന്നിടത്ത് എത്തിച്ച് കൊന്നുകളയുന്ന ഒരു സിനിമയാണ് കണ്ണെഴുതി പൊട്ടം തൊട്ട്. അതിൽ മഞ്ജു വാര്യരുടെ ഇതുവരെയുള്ള മികച്ച പ്രകടനങ്ങളിലൊന്നാണ് അവർ കാഴ്ചവെച്ചത്. അടുത്തതായി സിബി മലയിലിന്റെ സംവിധാനത്തിൽ 1987 ഇറങ്ങിയ തനി ആവർത്തനം എന്ന സിനിമയാണ്. മമ്മൂട്ടിയും സരിതയും മുകേഷ്, തിലകൻ, കവിയൂർ പൊന്നമ്മൻ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു സിനിമയിൽ. വളരെയേറെ ശ്രദ്ധേയമായ സിനിമയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തലമുറകളായിട്ട് ഒരു ഭ്രാന്തനുണ്ടാകുന്ന തലമുറയിൽ തറവാട്ടിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം അവസാനത്തെ തലമുറയിൽ പെടുന്നതാണ്. അപ്പോ ആ കഥാപാത്രത്തിനെ തന്റെ ചുറ്റുവട്ടത്തുള്ളവരും പരിചയക്കാരും എല്ലാവരും ഒരു ഭ്രാന്തനായി അല്പാൽപമായി മാറ്റിയെടുക്കുന്ന ഒരു കഥയാണ്. അപ്പോ വളരെ മലയാളത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സിനിമകളിലൊന്നായിരുന്നു തനിയാവർത്തനം. പക്ഷെ അടുത്തതായി 1978 ഭരതന്റെ സംവിധാനത്തിൽ ജയഭാരതിയും കൃഷ്ണചന്ദ്രനും കൂടി അഭിനയിച്ച് പുറത്തിറങ്ങിയ രതിനിർവേദം എന്ന ചിത്രമാണ്. ഒരു ടിപ്പിക്കൽ ഭരതൻ ചിത്രം തന്നെയായിരുന്നു. ഭരതന്റെ കാൽപ്പനിക ഭംഗി നിറഞ്ഞ സംവിധാനം ചിത്രത്തിലുടനീളം കാണാവുന്നതാണ്. അതിൽ ജയഭാരതിയുടെ അയൽവക്കത്ത് എത്തിച്ചേരുന്ന കൃഷ്ണചന്ദ്ര എന്ന കുട്ടിയോട് ജയഭാരതിക്കുണ്ടാകുന്ന അടുപ്പവും ആ അടുപ്പം കാലക്രമേണ പ്രണയത്തിലേക്കും തുടർന്ന് ലൈംഗിക ബന്ധത്തിലേക്കും എത്തിച്ചേരുന്നതായിട്ടുള്ള ഒരു കഥയായിരുന്നു. വളരെ സുന്ദരമായ രീതിയിൽ ക്രാഫ്റ്റ് ചെയ്ത സിനിമയാണ് 1978 ഇറങ്ങിയ രതിനിർവേദം. ലിസ്റ്റിൽ അടുത്തതായി ശ്രീ സിബി മലയിൽ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ ദശരഥം എന്ന ചിത്രമാണ്. മോഹൻലാലും രേഖയും സുകുമാരിയും മുരളിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദശരഥം എന്ന സിനിമ അക്കാലത്ത് വളരെയേറെ ശ്രദ്ധേയമായിരുന്നു. പക്ഷേ സെക്സ് എഡ്യൂക്കേഷൻ പോലും ഒരു ഭാവമായിട്ട് കരുതിയിരുന്ന കാലഘട്ടത്തില് കൃത്രിമ ബീജസങ്കലനത്തിനെയും വാടക ഗർഭധാരണത്തിനെയും കുറിച്ചുള്ള ഒരു സിനിമ മലയാളത്തിൽ തന്നെ വളരെ പ്രാഥമികമായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അത് പലർക്കും ഒരു ഞെട്ടലുളവാക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് മലയാള സിനിമ പ്രേക്ഷകരടക്കം കണ്ടത്. അതുകൊണ്ട് തന്നെ ചിത്രം ഗ്രാഫിക്സോ അമിതമായ അക്രമമോ ഒന്നുമില്ലായിരുന്നിട്ടും ചിത്രം അഡൽട്സ് ഓൺലിയായി കാറ്റഗറൈസ് ചെയ്യുകയായിരുന്നു. ചിത്രത്തിൽ അടുത്തായിട്ട് ഭരതൻ സംവിധാനം ചെയ്ത് 1980 പുറത്തിറങ്ങിയ തകര, അതും ഈ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട സിനിമകളിലൊന്നാണ്. കാര്യം മനുഷ്യന്റെ നഗ്നതയെ എത്രത്തോളം സൗന്ദര്യവൽക്കരിക്കാം എന്നുള്ളതും അത് ചലച്ചിത്ര ഭാഷ്യമാക്കുമ്പോൾ അഭവാളികൾ അതൊരു കവിതയാക്കി മാറ്റുന്നത് എങ്ങനെയെന്നും ഭരതൻ കാട്ടിത്തന്നൊരു സിനിമയാണ്. പ്രതാപ് പോത്തനും സുരേഖയും നെടുമുടി വേണുവും അഭിനയിച്ച 1980 പുറത്തിറങ്ങിയ തകര.
1983 ശേഷമായിരുന്നു വന്നിരുന്നതെങ്കിൽ UA കാറ്റഗറൈസ്ഡ് ആകേണ്ട സിനിമയാണ്. എന്നിരുന്നാൽ പോലും അതിലെ പ്രധാന ആകർഷണം ഈ പറഞ്ഞ നഗ്നത തന്നെയാണ്. അടുത്തതായി ശ്രീ പത്മരാജന്റെ തന്നെ സംവിധാനത്തിൽ 1986 പുറത്തിറങ്ങിയ അരപ്പട്ട വെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമയാണ്. ഇത് കണ്ടിട്ടുള്ളവർക്കറിയാം. ഇതിനകത്ത് പ്രത്യേകിച്ച് ഗ്രാഫിക് സെക്സോ അമിതമായിട്ടുള്ള വയലൻസോ ഇല്ല എങ്കിൽ പോലും കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മമ്മൂട്ടിയും സുകുമാരിയും അശോകനും നെടുമുടി വേണുവും ഉണ്ണിമേരിയും ഒക്കെ അഭിനയിച്ച ഈ സിനിമയിൽ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു വേശ്യാലയത്തിൽ എത്തിച്ചേരുന്ന നായകനും സുഹൃത്തുക്കളും പിന്നീട് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആണ് ഈ കഥയിൽ കാണുന്നത്. ഉടനീളം അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വേശ്യാലയം നടത്തിപ്പുകാരിയായിട്ട് സുകുമാരിയും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ലൈംഗികതയും നഗ്നതയും ഒക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒന്നും ഗ്രാഫിക്സ് വർക്കുകളോ അല്ലെങ്കിൽ ഏച്ചു കെട്ടിയ രീതിയിൽ തോന്നുന്നതോ മലയാളിക്ക് അശ്ലീലമെന്നോ തോന്നുന്നതോ രീതിയിലുള്ള യാതൊരുവിധ രംഗങ്ങളും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്. ലിസ്റ്റിൽ അവസാനത്തേതായിട്ടുള്ളത് 2009 രഞ്ജിത്ത് സംവിധാനം ചെയ്തിറങ്ങിയ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയാണ്. 2009 ഇറങ്ങിയത്. മമ്മൂട്ടിയും ശ്വേതാമേനോനും മൈഥിലിയുമായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അതിൽ തന്നെ ഈ കൊലപാതകം ആ സിനിമയിൽ അത്രത്തോളം മനുഷ്യന് ഭയാനകമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കുളത്തിൽ ചാകുന്നതായിട്ടുള്ള പനമ്പയിൽ വെട്ടിക്കുളത്തിലതാകുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ചിത്രം സ്വാഭാവികമായിട്ടും സർട്ടിഫൈഡ് ആകുമെന്നുള്ളത് ചിത്രം കാണുന്ന എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും 3 തലമുറകളുടെ കഥ പറയുന്ന ഈ സിനിമ രഞ്ജിത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമയാണെന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോ ഇത് ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ 10 സിനിമകൾ. തീർച്ചയായിട്ടും കണ്ട് ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ശരി, വീണ്ടും കാണാം.